ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു പ്രകൃതി നിങ്ങൾക്ക് ആ ഒരു സുഖം തരുവാൻ പോവുകയാണ്. അതായത് എപ്പോഴൊക്കെയോ നിങ്ങൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹമായ ആ ഒരു സുഖം പ്രകൃതി നിങ്ങൾക്ക് തരുവാൻ പോവുകയാണ്. അതായത് ഈ ഒരു യൂണിവേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു ബ്രഹ്മാണ്ടം നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് റീഡിങ്. അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ചില സമയം ഈ ഒരു പ്രകൃതി നിങ്ങളെ അഡ്വഞ്ചറാക്കി മാറ്റുന്നു. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും പ്രശ്നം വരുമ്പോൾ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരാൻ ഒരു വഴിയും ഉണ്ടാവത്തില്ല. അതായത് ഈ വഴി അടഞ്ഞിരിക്കുന്നു, ആ വഴി അടഞ്ഞിരിക്കുന്നു, എല്ലാ വഴിയും അടഞ്ഞിരിക്കുന്നു, ഞാനിനി എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു വിഷമത്തിലായിരിക്കും നിങ്ങൾ. പക്ഷേ അങ്ങനെയുള്ള സമയത്താണ് ദൈവം ഈ ഒരു പ്രകൃതി നിങ്ങൾക്കായിട്ട് ഒരു വഴി തുറന്നു തരുന്നത്. ആ ഒരു സമയമാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരു സന്തോഷം ഉണ്ടാവും. എൻ്റെ ഡിവൈൻ ടൈം വന്നു കഴിഞ്ഞു, അതാണ് എനിക്ക് ഈ ഒരു വഴി ദൈവം തുറന്നു തന്നത് എന്ന് നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ പറയും. അപ്പോൾ അങ്ങനെ ഒരു വഴി ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരാൻ പോവുകയാണ്. കാരണം ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഒരു വ്യക്തി വരുമ്പോൾ ആദ്യം പേടിക്കും. കാരണം ഈ ഒരു ദുഃഖം കണ്ട് കണ്ട് അവർ പേടിക്കും. ഇനി അടുത്ത് എന്താണ് ദുഃഖം വരാൻ പോകുന്നത് എന്നായിരിക്കും അടുത്ത് ചിന്തിക്കുന്നത്. രണ്ടാമത്തെ കൂട്ടരാണെങ്കിൽ അവർ എന്തായാലും ഒരു ചേഞ്ച് വന്നേ പറ്റൂ, എനിക്കിങ്ങനെ ദുഃഖിച്ചിരിക്കാൻ പറ്റത്തില്ല, ഒരു അഡ്വഞ്ചറിനെ പോലെ എനിക്ക് ഇറങ്ങി ഈ ഒരു ദുഃഖത്തിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്തണം എന്നുള്ള രീതിയിൽ അവർ ആ ഒരു ദുഃഖത്തെ മറികടന്ന് അവർ ആ ഒരു പേടിയെല്ലാം മറികടന്ന് അവരുടെ ജീവിതത്തിൽ അവർ സക്സസ് ഉണ്ടാക്കും. അതാണ് പറഞ്ഞത്, ഞാൻ നിങ്ങളെ ഒരു അഡ്വഞ്ചർ ആക്കാൻ പോവുകയാണ് ഈ ഒരു പ്രകൃതി എന്ന്. അതായത് നമ്മൾ ഒരു കാര്യത്തിന് വാല്യൂ കൊടുക്കുമ്പോഴാണ് ആ ഒരു കാര്യം കൂടുതലായിട്ട് നമ്മളെ ദേഹത്ത് വരുന്നത്. അതായത് നമ്മളിപ്പോൾ പേടിയേക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. എനിക്ക് എല്ലാത്തിനും പേടി. ഞാനിപ്പോൾ റീഡിങ് വെച്ചപ്പോൾ തലകറക്കം പറഞ്ഞ്, നിങ്ങൾ ആ ഒരു തലകറക്കത്തിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട. എന്തായാലും എവിടെയാണോ പോവേണ്ടത് പോവാം. പക്ഷേ നമുക്ക് കൂടെ നമ്മുടെ യൂണിവേഴ്സിൻ്റെ ആ ഒരു എനർജിയുടെ സപ്പോർട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ആരെയാണോ വിചാരിക്കുന്ന ആ ഒരു ദൈവത്തിൻ്റെ സപ്പോർട്ടുണ്ടെന്ന് വിചാരിച്ച് ഇറങ്ങുക. തലകറക്കം നമ്മൾ കൂടുതൽ തലകറക്കത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് തലകറക്കം നമ്മൾ അത്രമാത്രം കീഴ്പ്പെടുത്താൻ നോക്കും. അതുകൊണ്ട് നമ്മൾ എന്തിനാണോ വാല്യൂ കൊടുക്കുന്ന ആ ഒരു കാര്യം നമ്മളുടെ നേരെ വരും. അതുകൊണ്ട് അതിന് വാല്യൂ കൊടുക്കാതിരിക്കുക. അതിന് വാല്യൂ കൊടുക്കാതെ നമ്മൾ ഇറങ്ങി നോക്കൂ, നമുക്കൊന്നും സംഭവിക്കത്തില്ല. നമ്മൾ ഒരു കുഴപ്പവും കൂടെ പോയിട്ട് തിരിച്ചു വരും. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ ഒരു തലകറക്കം എന്നുള്ള ചിന്ത വരുമ്പോൾ തന്നെ നമ്മൾ അതിനെ മറികടന്ന് വേറെ നല്ല കാര്യങ്ങൾ ചിന്തിക്കുക. ഒരു വ്യക്തിയുടെ ശ്രദ്ധ എന്തിൻ്റെ മേലാണോ ഉള്ളത് അതിന്മേലായിരിക്കും കൂടുതലായിട്ട് നമ്മൾ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. എനിക്ക് വയ്യ, ഇന്ന് തലകറക്കം, ഇന്ന് ജോലിക്ക് പോകാൻ വയ്യ, എനിക്ക് വയ്യ. അപ്പോൾ ഈ ഒരു വയ്യ, തലകറക്കം, അതിലോട്ട് കൂടുതൽ നമ്മൾ കൊടുക്കുമ്പോൾ ശ്രദ്ധ കൊടുക്കുമ്പോഴാണ് അത് കൂടുതലായിട്ട് നമ്മളുടെ മേൽ വരുന്നത്. അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് ഒന്നിനുമേൽ ശ്രദ്ധ കൊടുക്കേണ്ട, നല്ല കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കുക, മോശം കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കാതിരിക്കുക. ഇവിടെ നിങ്ങളുടെ ആ ഒരു ശ്രദ്ധ ഒന്ന് ചേഞ്ച് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ലൈഫിലൊരു നല്ല ചേഞ്ചസ് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ഈ സംസാരിക്കുന്ന എനിക്കും ഈ ഒരു അസുഖമുണ്ട്, പക്ഷേ ഞാൻ വീട്ടിലിരുന്നാൽ പറ്റുമോ? പുറത്തേക്ക് പോവേണ്ട സ്ഥലത്ത് എനിക്ക് പോയാലേ പറ്റത്തുള്ളൂ. അപ്പോൾ രണ്ടും കൽപ്പിച്ച് ദൈവം എൻ്റെ കൂടെ സപ്പോർട്ടിനുണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ ഇറങ്ങി തിരിച്ച് ആ പോയ കാര്യം നല്ലതായിട്ട് ചെയ്തിട്ട് തിരിച്ചു വരും. അപ്പോൾ ഈ ഒരു തലകറക്കം മാറ്റണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം, അതായത് ദൈവം എൻ്റെ കൂടെ ഉണ്ട്, അതുകൊണ്ട് എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ള ആത്മവിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ കൊണ്ടുവരിക. ഇവിടെ അതേപോലെയാണ് ഒരു വ്യക്തി ഇങ്ങനെ ദുഃഖിച്ചിരിക്കുകയാണ്. എപ്പോഴും ദുഃഖം ദുഃഖം ദുഃഖം, എനിക്ക് ദുഃഖം മാത്രമേ ഉള്ളൂ, എപ്പോഴും ദുഃഖിക്കുന്ന കാര്യങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഇതേപോലെ നെഗറ്റീവാണ്. അപ്പോൾ അതിനെ മറികടന്ന് നമ്മൾ സന്തോഷ കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിനും ശരീരത്തിനും സന്തോഷം കിട്ടുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതെല്ലാം ചെയ്യുക. അപ്പോൾ ഈ ഒരു ദുഃഖം നിങ്ങൾ മറക്കുന്നതാണ്. ഇവിടെ എനിക്കറിയാം നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴും പ്രോബ്ലംസ് ഉണ്ട്, പക്ഷേ അതിൽ നിന്ന് പുറത്തു വരുവാൻ നിങ്ങൾക്കൊരു വഴി പ്രകൃതി കാണിച്ചു തരും. അപ്പോൾ അതിൽ കൂടെ പോവാൻ നിങ്ങൾക്കൊരു ആത്മവിശ്വാസം വരുന്നതാണ്. അങ്ങനെ നിങ്ങൾ സക്സസ്സിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടോ അത് നിങ്ങളുടെ ലൈഫ് വിട്ട് പോകാനുള്ള സമയമായിരിക്കുകയാണ്, എക്സ്പയറി ഡേറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി നിങ്ങളത് മനസ്സിലാക്കുക, എൻ്റെ പ്രോബ്ലംസ് എല്ലാം പോകാൻ പോവുകയാണ്, ഇനി എൻ്റെ ജീവിതത്തിൽ സന്തോഷം വരാൻ പോവുകയാണ്, ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കുക. ഇവിടെ ഞാൻ ഓണസ്റ്റായിട്ട് പറയുകയാണ്, സമയം നിങ്ങൾക്ക് ഫേവർ ആവുകയാണ്. അപ്പോൾ നിങ്ങളൊന്ന് അതിന് മനസ്സിരുത്തി വിചാരിക്കുക. ഇവിടെ നിങ്ങൾ പല സ്ഥലത്തും കോംപ്രമൈസ് ചെയ്തു, പക്ഷേ നിങ്ങൾക്കറിയാം ആ ഒരു കോംപ്രമൈസ് ചെയ്ത കാര്യം ഫ്യൂച്ചറിൽ എനിക്ക് വളരെ മോശമായി മാറുമെന്ന്. എന്നിട്ടും നിങ്ങൾ കോംപ്രമൈസ് ചെയ്തു. ഇതെല്ലാം ദൈവം കാണുന്നുണ്ട്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ എന്തൊക്കെ തീരുമാനം എടുത്തിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ഫേവറായിട്ട് മാറുന്നതാണ്. നിങ്ങൾ വിചാരിക്കുന്നു അത് നിങ്ങൾക്ക് മോശമായി മാറുന്നു, പക്ഷേ നിങ്ങളുടെ സമയം നിങ്ങൾക്ക് ഫേവർ ആകുന്നത് കൊണ്ട് ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഫേവർ ആവുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്.
അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആരോ ചോദിച്ചിട്ടുണ്ട്. അതായത് പാസ്റ്റിൽ ഞാൻ എടുത്ത തീരുമാനം ശരിയായിരുന്നോ യൂണിവേഴ്സ്? അപ്പോൾ അതിൻ്റെ ആൻസർ യെസ്, നിങ്ങളെടുത്ത തീരുമാനം ശരിയാണ് എന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങളിപ്പോൾ പല ആൾക്കാരും ഗോ വിത്ത് ഫ്ലോയിലാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് റിസ്ക് എടുത്താൽ നിങ്ങളുടെ ആ ഒരു ലൈഫിൽ പല പ്രശ്നങ്ങളും സോൾവ് ആകുന്നതാണ്, മാറ്റം ഉണ്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സക്സസ്സിന് വേണ്ടി നിങ്ങളെ റെഡിയാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഒരു അഡ്വഞ്ചറായി മാറിക്കഴിഞ്ഞു. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലൈഫിലെ പല സംഘർഷങ്ങളായിട്ട് കാണുന്നില്ല. വളരെ എൻജോയോടെയാണ് അതിനെല്ലാം നേരിടുന്നത്. കാരണം ഇതിന് അപ്പുറം നേരിട്ട ആളാണ് ഞാൻ, പിന്നെ ഇതൊക്കെ എൻ്റെ മുമ്പിൽ വളരെ ചെറുതാണ് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ സന്തോഷത്തോടെ അതിനെല്ലാം നേരിടുന്നത്. നിങ്ങളുടെ എനർജിയിൽ നല്ല മാറ്റമുണ്ട് ഇപ്പോൾ. ചില ആൾക്കാരുണ്ട്, ഇന്ന് എനിക്ക് ജോലി ചെയ്യാൻ തോന്നുന്നില്ല, ഒരു മൂഡില്ല എന്ന് പറയും. പക്ഷേ നമ്മളെ റെസ്പോൺസിബിലിറ്റിയാണ്, നമുക്കത് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അവരെന്ത് ചെയ്യും? അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യവും കൂടെ ചെയ്യും. അതായത് ചില ആൾക്കാർ മ്യൂസിക് കേട്ടിട്ട് ജോലി ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ അവരുടെ ആ ഒരു എനർജിയിൽ പോസിറ്റീവായിട്ട് മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയാണ് അവർ പാട്ട് കേട്ട് ജോലിയൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ജോലി നമുക്ക് വളരെ പാടായിട്ട് തോന്നത്തില്ല. പെട്ടെന്ന് ജോലി തീർക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കും. ഇങ്ങനെ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കിയേ. നമ്മുടെ വിഷമം അപ്പോൾ നമുക്ക് മറക്കാൻ സാധിക്കും ആ ഒരു പാട്ടിൽ എൻജോയ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ. ഇവിടെ നിങ്ങളുടെ തലയിൽ ആ ഒരു ഭാരം ഇപ്പോൾ കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട് എന്നാണ് ഇവിടെ റീഡിങ്ങിൽ കാണാൻ സാധിക്കുന്നത്. പഴയ പോലെ അത്ര തലയ്ക്ക് ഭാരം പിടിച്ച് എല്ലാ റെസ്പോൺസിബിലിറ്റിയും നിങ്ങളുടെ തലയിലാണ് എന്നൊക്കെ വിചാരിച്ച് ഭയങ്കരമായിട്ട് ഉള്ള ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, എനിക്ക് ഡിസർവ് ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് വേണം യൂണിവേഴ്സ്, ഞാനത് ഡിസർവ് ചെയ്യുന്നു, അങ്ങനെ ആണ് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. ഇവിടെ ഉറപ്പായിട്ടും നിങ്ങൾ ഡിസർവ് ചെയ്യുന്ന ആ ഒരു സന്തോഷവും സുഖവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഫസ്റ്റ് നിങ്ങൾക്കൊരു സക്സസ് ലഭിക്കും. അതായത് ഒരു വ്യക്തി ആഗ്രഹിക്കുകയാണ്, എനിക്കൊരു ഓപ്പർച്യൂണിറ്റി വേണം, എനിക്ക് അതിന് വേണ്ടി ഒരു വഴി തുറന്നു തരണേ ദൈവമേ, ഒരു ജോലി എനിക്ക് ലഭിക്കണം. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്കൊരു അവസരം ലഭിക്കുന്നു, അതിൽ നിങ്ങൾ സക്സസ് ആവുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ആദ്യം നിങ്ങൾക്കൊരു സക്സസ് ലഭിക്കുന്നു. ഇവിടെ ആദ്യം നിങ്ങളെ ദൈവം സാഹസികരാക്കി മാറ്റി, എന്നിട്ട് നിങ്ങൾക്കൊരു അവസരം തരുന്നു. ആ ഒരു അവസരം നിങ്ങൾ 100% നല്ലതായിട്ട് വിനിയോഗിക്കുന്നു, അതിൽ നിങ്ങൾക്ക് സക്സസ് ലഭിക്കുന്നു. ഈ രീതിയിലാണ് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഇവിടെ നിങ്ങളുടെ സമയം നിങ്ങൾ നല്ല രീതിയിൽ വിനിയോഗിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് കൊണ്ടുവരണമെന്ന്. അപ്പോൾ ഇങ്ങനൊരു തോട്ട്സ് നിങ്ങളുടെ ഉള്ളിൽ വരുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ സാധിക്കും, സക്സസ് ലഭിക്കും നിങ്ങൾക്ക് എന്നാണ്. ഇവിടെ നിങ്ങൾ മുന്നേ ഒത്തിരി കഠിനാധ്വാനം ചെയ്തു, അപ്പോൾ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് മുന്നേ തന്നെ അറിയാൻ സാധിക്കുന്നു. അതായത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒത്തിരി പ്രശ്നങ്ങൾ നേരിട്ടു, അപ്പോൾ ഇനി എൻ്റെ റിസൾട്ടാണ്, ആ ഒരു റിസൾട്ട് ഇനി ഒരിക്കലും ദുഃഖമായിരിക്കില്ല, സന്തോഷമായിരിക്കും, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു റീഡിങ് കാണുന്ന ഏതോ ഒരു വ്യക്തി നല്ല ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയാണ്. അതായത് ആ ഒരു സന്തോഷം ഞാൻ ഡിസർവ് ചെയ്യുന്നു, അതിൻ്റെ അർഹയാണ് ഞാൻ, അത്രമാത്രം ഞാൻ പ്രശ്നങ്ങൾ നേരിട്ടു, കഠിനാധ്വാനം ചെയ്തു എന്നുള്ള രീതിയിൽ അത്രമാത്രം കോൺഫിഡൻസ് ആ ഒരു വ്യക്തിക്കുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു സുഖം സ്വീകരിക്കാൻ വേണ്ടി പ്രകൃതി നിങ്ങളെ തയ്യാറാക്കുകയാണ്. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ആ ഒരു ആശീർവാദം ലഭിച്ചു കഴിഞ്ഞു എന്നാണ്. ഇവിടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിൽ ആ ഒരു ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാൻ ശ്രമിക്കുക നിങ്ങൾ. കാരണം സമയം നിങ്ങളുടെ ഫേവറായിട്ട് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. നല്ല ഒരു ചേഞ്ചസ് ആണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന സമയം ഉണ്ടാവാൻ പോകുന്നത്. നിങ്ങളുടെ പവർ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ ഈ ഒരു പവറിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും, ഈ ഒരു പവറിൽ എത്തിക്കാൻ വേണ്ടിയാണ് ദൈവം എന്നെ ഇത്രമാത്രം പ്രശ്നങ്ങൾ നേരിട്ട് എന്നെ തയ്യാറാക്കിയത് എന്ന് നിങ്ങൾക്ക് തോന്നും. ഇവിടെ 5-5 എനർജി നിങ്ങൾക്ക് 1 പ്രാവശ്യം, 2 പ്രാവശ്യം, അല്ലെങ്കിൽ 3 പ്രാവശ്യം, 4 പ്രാവശ്യം, അല്ലെങ്കിൽ 5 പ്രാവശ്യം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുക ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് വരാൻ പോകുകയാണ് എന്ന്. അതായത് ഒരാഴ്ച എപ്പോഴെങ്കിലും 5-5 നിങ്ങൾക്ക് കാണാൻ സാധിക്കുക, അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ കാണാൻ സാധിക്കുക, അല്ലെങ്കിൽ 1 മാസത്തിൽ ഒരിക്കൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അങ്ങനെ നിങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് ഉണ്ടാവാൻ പോകുകയാണ് എന്ന്. ഈ ഒരു നമ്പർ കാണുമ്പോൾ നിങ്ങൾ തന്നെ നോട്ടീസ് ചെയ്യും, ഈ ഒരു നമ്പർ ഞാൻ ആദ്യമായിട്ടാണല്ലോ കാണുന്നത് എന്ന്. ഇവിടെ ഉറപ്പായിട്ടും ഈ ഒരു നമ്പർ നിങ്ങളുടെ ലൈഫിൽ ഒരു മിസ്റ്ററി ക്രിയേറ്റ് ചെയ്ത് നല്ല ഒരു മാറ്റം കൊണ്ടുവരുന്നതാണ്. ഇവിടെ പ്രകൃതി ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന സന്തോഷം നിങ്ങൾക്ക് ലഭിക്കണമെന്നാണ്. അതിന് ആദ്യം നിങ്ങളുടെ ലൈഫിൽ നെഗറ്റിവിറ്റി ആദ്യം എടുത്ത് മാറ്റണം.
ഇവിടെ ഈ ഒരു നെഗറ്റിവിറ്റി വന്നപ്പോൾ നിങ്ങളെ എല്ലാവരും ഒറ്റപ്പെടുത്തി. നിങ്ങൾക്ക് തന്നെ തോന്നി എൻ്റെ ലൈഫിൽ എല്ലാവരും ഉണ്ടായിട്ട് ഞാൻ ഒറ്റയ്ക്കാണല്ലോ എന്ന്. പക്ഷെ ആ ഒരു നെഗറ്റിവിറ്റിയിൽ ഒറ്റപ്പെട്ട് നിന്നപ്പോഴാണ് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ലഭിച്ചത്, എവിടെയാണ് എനിക്ക് തെറ്റ് പറ്റിയത് എന്നൊക്കെ. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഒരു ക്ലാരിറ്റി ലഭിച്ചിട്ടുണ്ട്. അതായത് ആരാണ് നിങ്ങളുടെ മോശം ആഗ്രഹിക്കുന്നത്, ആരാണ് നിങ്ങളുടെ നല്ലത് ആഗ്രഹിക്കുന്നത്, ആരാണ് നിങ്ങളുടെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് എന്ന് ഉള്ള കാര്യത്തിൽ എല്ലാം ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിച്ചു. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അടുത്ത പരിവർത്തനം ഇതാണ്. അതായത് നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ലഭിച്ചു കഴിഞ്ഞു. ആദ്യമൊക്കെ ഈ ഒരു സുഖത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതെൻ്റെ സ്വപ്നമാണോ എന്ന്. പക്ഷെ ഉറപ്പായിട്ടും നിങ്ങൾ ആ ഒരു സുഖത്തിൽ ജീവിക്കുന്നതാണ്. ഇവിടെ ഒരേ ഒരു അവസരം മാത്രം മതി നിങ്ങൾക്ക് ആ ഒരു സക്സസ്സിലെത്താൻ. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആ ഒരു വാതിൽ, ആ ഒരു അവസരം തുറന്നു വരുന്നതാണ്. ഇവിടെ നിങ്ങളിൽ പല ആൾക്കാർക്കും വിചാരം നിങ്ങളുടെ എല്ലാ വഴിയും അടഞ്ഞു പോയി എന്നാണ്. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാ വഴിയും തുറന്നാണ് കിടക്കുന്നത്. നിങ്ങൾ ആ ഒരു അവസരം മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇവിടെ നിങ്ങൾ തന്നെ സ്വയം നിങ്ങളുടെ ഡെസ്റ്റിനി ക്രിയേറ്റ് ചെയ്ത ആളാണ്. അപ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാ പേടിക്കേണ്ടത്? ഇനി അവിടെ എത്തിയാൽ മാത്രം മതി. അതിനുവേണ്ടി വഴികൾ ഈശ്വരൻ കൊണ്ടെത്തിക്കുന്നതാണ് നിങ്ങളുടെ അടുത്ത്. നമ്മുടെ മുന്നിൽ 2 വഴിയുണ്ട്. ഏത് വഴി പോകണമെന്ന് കൺഫ്യൂഷനായി. അപ്പോൾ ഈശ്വരൻ തന്നെ അതിനുള്ള മാർഗം നിങ്ങൾക്ക് തരുന്നതാണ്. അതായത് ഈ വഴി പോകണ്ട, ആ വഴി പോയാൽ മതിയെന്ന് ഈശ്വരൻ തന്നെ നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നതാണ്. നമ്മുടെ സമയം നമുക്ക് ഫേവറായിട്ട് മാറുമ്പോൾ സമാധാനവും നമുക്ക് കിട്ടുന്നതാണ്. ഇവിടെ ഞാനൊരു കളർ പറയും, ഈ ഒരു സമയങ്ങളിൽ ഈ ഒരു കളർ ധരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ റീഡിംഗ് കാണുമ്പോൾ നിങ്ങൾ കമൻറ്റിൽ പറയുന്നു ഞാൻ ഈ ഒരു കളറിൽ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നതെന്ന്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? അതായത് മുന്നേ തന്നെ ഈശ്വരൻ നിങ്ങൾക്ക് ഉപായം തന്നിരിക്കുകയാണ്. ഈ ഒരു വസ്ത്രം ധരിച്ചാൽ മതി, ഈ ഒരു വസ്ത്രം ധരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ശാന്തി സമാധാനം ലഭിക്കുമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളും മുൻകൂട്ടി അറിയാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നവരാണ് എങ്കിൽ നിങ്ങളുടെ പല ചോദ്യത്തിനുള്ള ഉത്തരം ആ ഒരു മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ ചില ആൾക്കാർക്ക് ഒരു മിറാക്കിൾ അവരുടെ ലൈഫിൽ സംഭവിക്കുമ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈശ്വരനുണ്ട്, പരമാത്മാവുണ്ട്, യൂണിവേഴ്സ് ഉണ്ട് എന്ന്. ഇവിടെ നിങ്ങൾക്ക് എന്തൊക്കെയോ ഡ്രീമുകളുണ്ട്. ഒരാൾക്ക് വീട് സംബന്ധമായിട്ടുള്ള ഡ്രീമാണ്, ഒരാൾക്ക് ഒരു ഡ്രീം ഉള്ളത് അത് നിങ്ങളുടെ ചിന്തകൾക്കും അപ്പുറമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എനിക്ക് ആ ഒരു ഡ്രീമിൽ എത്താൻ സാധിക്കത്തില്ല എന്നാണ്. എന്നാലും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് എപ്പോഴെങ്കിലും ഈ ഒരു ജീവിതത്തിൽ എപ്പോഴെങ്കിലും എൻ്റെ ആ ഒരു ആഗ്രഹം സാധിച്ചു തരണേ ഈശ്വര എന്ന്. അപ്പോൾ ഈ ഒരു ഡ്രീമിന് വേണ്ടി നിങ്ങൾ ഗോ വിത്ത് ഫ്ലോ, ആ ഒരു എനർജിയിലോട്ട് പോവുക. ഉറപ്പായിട്ടും വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് ഈ ഒരു ഡ്രീമിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ്. ഇവിടെ ഈ ഒരു ഡ്രീമിൽ നിങ്ങൾ എത്തണമെങ്കിൽ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വന്ന് ഒരു ആക്ഷൻ എടുക്കണം. എങ്കിൽ മാത്രമേ ആ ഒരു വലിയ പരിവർത്തനത്തിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ പോസിറ്റിവിറ്റി വരികയാണ്. അപ്പോൾ ഈ ഒരു പോസിറ്റിവിറ്റി കാരണം നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന കാര്യം എന്താണോ അത് പെട്ടെന്ന് നടക്കുന്നു. അപ്പോൾ അങ്ങനെയും നിങ്ങൾക്കൊരു പവറുണ്ട്. അപ്പോൾ ആ രീതിയിലും നിങ്ങൾ ശ്രമിക്കുക. അതായത് ഇന്ന് നിങ്ങൾ എന്തെങ്കിലും ചെറിയ കാര്യം ചിന്തിക്കുന്നു, പ്രാർത്ഥിക്കുകയല്ല ചെയ്യുന്നത്, ചിന്തിക്കുന്നു. പെട്ടെന്ന് നാളെ ആയോ മറ്റന്നാളോ ആ ഒരു കാര്യം സാധിക്കുന്നു. അപ്പോൾ അങ്ങനൊരു പവർ നിങ്ങൾക്കുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു പവറിനെ നിങ്ങൾ ഒരു വരദാനമായിട്ട് എടുക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലത് സംഭവിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പവറിനെ കാണാതെ പോവരുത്. ഈ ഒരു സമയം നിങ്ങൾ നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. കൂടാതെ നിങ്ങളെക്കുറിച്ച് ഒരിക്കലും തെറ്റായിട്ട് നിങ്ങൾ ഒരിക്കലും പറയരുത്. അപ്പോൾ ഇനി നോട്ടീസ് ചെയ്യേണ്ടത് ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നത് ആ ഒരു ചെറിയ കാര്യം നടക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ ലൈഫിൽ പോസിറ്റിവിറ്റി വന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ ആ ഒരു സമയം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് എത്ര പെട്ടെന്ന് എത്തിപ്പെടാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും. ഇനി നിങ്ങളുടെ വീട്ടിൽ നെഗറ്റിവിറ്റി ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ഞാൻ അന്ന് പറഞ്ഞൊരു ഉപായമുണ്ട്. ഈശാനകോണ്, ഉത്തർ പൂർവക ദിശ, അതായത് നോർത്ത് ഈസ്റ്റ്, ഒരു ദിശയിൽ നിങ്ങൾ വിളക്ക് കത്തിച്ച് വയ്ക്കുന്നത് നല്ലതാണ്. അതായത് ഒരു മൺചിരാതിൽ കത്തിച്ച് വച്ചാൽ മതി. അത് കിഴക്കോട്ട് ദർശനമായിട്ട് കത്തിച്ച് വയ്ക്കുക. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നവും തടസ്സവും ഉണ്ട് എങ്കിൽ അത് മാറി നിങ്ങൾക്ക് കിട്ടാനുള്ളത് സന്തോഷം എന്താണോ അത് പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് വരുവാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്യാൻ പറയുന്നത്. 5 മിനിറ്റെങ്കിലും ഒരു വിളക്ക് അവിടെ കത്തിച്ച് വെച്ച് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഉപയോഗം എന്താണെന്ന്. അത് നെഗറ്റിവിറ്റി മുഴുവനായിട്ട് നിങ്ങളുടെ വീട് വിട്ട് പോകുന്നതാണ്, പോസിറ്റിവിറ്റി നിറയുന്നതാണ്.
കൂടാതെ ആഴ്ചയിൽ 1 ദിവസമോ 2 ദിവസമോ ഉപ്പ് വെള്ളത്തിൽ കുളിക്കുന്നത് നല്ലതാണ്. അതായത് ലാസ്റ്റ് നമ്മൾ ബക്കറ്റിൽ ഒഴിക്കുന്ന ആ ഒരു വെള്ളത്തിൽ നമ്മൾ ഉപ്പ് ഇടുക. അത് തലയിൽ ഒഴിച്ചിട്ട് പിന്നെ വെള്ളം ഒഴിക്കാൻ പാടില്ല. ഈ 2 ഉപായവും നിങ്ങൾ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ആ ഒരു ശരീരത്തിൽ നിന്നും വീട്ടിൽ നിന്നും നെഗറ്റിവിറ്റി ഓടുന്നതാണ്. ഇവിടെ ചില ആൾക്കാർക്ക് തോന്നും ഇപ്പോൾ തന്നെ നെഗറ്റിവിറ്റി പോകുമെന്ന്. പക്ഷേ നിങ്ങളുടെ മിക്ക പ്രശ്നങ്ങളുടെയും പരിഹാരം നിങ്ങൾ വിചാരിക്കുന്ന ചെറിയ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളോട് ചെയ്യാൻ പറയുന്നത്. നെക്സ്റ്റ് പരിവർത്തനം എന്ന് പറയുന്നത് നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂ എന്താണോ അത് ശരിയാകും. നിങ്ങൾക്ക് വയറ് സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ട് എങ്കിൽ അത് ശരിയാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു, ഭേദമാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഈ ഒരു പൂർണ്ണ ബ്രഹ്മാണ്ടം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച്. അതുകൊണ്ട് തന്നെ ഒരു നെഗറ്റീവ് എനർജിയും നിങ്ങളുടെ ലൈഫിൽ വേണ്ട എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇവിടെ ഈ ഒരു റീഡിംഗ് കാണുന്ന ഏതോ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് ഒരു ബ്ലാക്ക് മാജിക്കും ഒരു മോശം ദൃഷ്ടിയും ഒന്നും മറ്റുള്ളവരുടെ നെഗറ്റീവായിട്ടുള്ള ഒന്നും ഇല്ലാത്ത ഒരു ലൈഫ് എനിക്ക് ജീവിക്കണം, അങ്ങനെ ഒരു ലൈഫ് എനിക്ക് പ്രദാനം ചെയ്യുന്ന യൂണിവേഴ്സ് എന്നും ആരോ ഒരാൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ലൈഫ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ ഒരു ബ്രഹ്മാണ്ടം തന്നെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലെ എല്ലാ ബ്ലാക്ക് മാജിക്കും നെഗറ്റിവിറ്റിയും മോശം ദൃഷ്ടി എല്ലാം കളയുവാനായിട്ട്. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അങ്ങനെ ഒരു ലൈഫ് ജീവിക്കാൻ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഇനി നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് വളരെ ലളിതവും വളരെയധികം സുഖദായകവുമായിരിക്കും, അല്ലാതെ കഠിനമായിരിക്കത്തില്ല. ഇവിടെ ചില ആൾക്കാർ നിങ്ങളോട് ഇപ്പോഴും ദേഷ്യവും വിദ്വേഷവും എല്ലാം വയ്ക്കുന്നുണ്ട്. നിങ്ങൾ അവരോട് ഫോർഗീവ് ചെയ്യുക. കാരണം നമ്മളൊരു പവർഫുള്ളായിട്ടുള്ള എനർജിയിലാവുമ്പോൾ നമ്മളുടെ കൂടെ സംസാരിക്കാൻ മിത്രങ്ങളും വരും, നമ്മളോട് സംസാരിക്കാൻ ശത്രുക്കളും വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ശത്രുക്കളെ നമ്മൾ ഫോർഗീവ് ചെയ്യുക. അവരവരുടെ ആ ഒരു ഇത് കാണിക്കുന്നു. പക്ഷേ നിങ്ങൾ പ്രൊട്ടക്റ്റീവായിട്ടുള്ള വ്യക്തിയാണ്. കാരണം ദൈവത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങളുടെ മേലുണ്ട്. ഇനി ഒരു നെഗറ്റീവ് എനർജിക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഒരേ തരത്തിൽ നെഗറ്റിവിറ്റി ഉള്ള 2 പേഴ്സണിനെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്, ഡീൽ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതെന്തോന്ന് പ്രശ്നം, ഒരു പേഴ്സണെ ഇവിടെ ഡീൽ ചെയ്യാൻ വയ്യ, അതിൻ്റെ ഇടയിൽ കൂടെ വേറൊരാളും കൂടെ അതേ സ്വഭാവത്തിലുള്ളത്, ഞാൻ ഇതിനെ എങ്ങനെ ഡീൽ ചെയ്യും? ഇല്ല എങ്കിൽ ഒരു പാറ്റേൺ പോലെ അടിക്കടി നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ നെഗറ്റിവിറ്റി വന്നുകൊണ്ടിരിക്കുന്നു, ട്രിഗർ ചെയ്യുന്നു, പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു, നിങ്ങൾ അതിൽ നിന്ന് പുറത്തു വരും, വീണ്ടും പ്രശ്നങ്ങൾ വരുന്നു. അപ്പോൾ അതിനെല്ലാം ഒരു അവസാനം ഇനി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതുകൂടാതെ നിങ്ങൾ എന്താണോ ഒരു വ്യക്തിയോട് സംസാരിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളുടെ വാക്കുകളെ തെറ്റായ രീതിയിൽ എടുക്കുക. എന്നിട്ട് നിങ്ങൾ എപ്പോഴും നിങ്ങൾ പറയുന്നത് തെറ്റാണ് എന്ന് പറയുക. അങ്ങനെയുള്ള ആ ഒരു കാര്യത്തിലും ഒരു മാറ്റം ഉണ്ടാവുന്നതാണ്. ഇനി നിങ്ങളുടെ വാക്കുകൾ എല്ലാവരും മനസ്സിലാക്കുന്നതാണ്. നിങ്ങൾ തെറ്റല്ല പറയുന്നത്, നല്ലതാണ് പറയുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നിങ്ങൾ കൂടുതലായിട്ടും ലൈറ്റ് കളർ വസ്ത്രങ്ങൾ ധരിക്കുന്നതാണ് അതിനോട് ഇഷ്ടം കൂടുതലായിട്ട് തോന്നും നിങ്ങൾക്ക്. കൂടാതെ നിങ്ങളുടെ ലൈഫിൽ ഒരു പോസിറ്റിവിറ്റി വരുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ ഫീലാകാൻ സാധിക്കും. കൂടാതെ നിങ്ങളുടെ മുഖത്തൊരു തെളിച്ചമുണ്ടാകും, ഒരു പ്രകാശം ഉള്ളതുപോലെ നിങ്ങൾക്ക് തോന്നും. ഇതെല്ലാം നിങ്ങളുടെ ലൈഫിൽ ഒരു പോസിറ്റിവിറ്റി വരുന്നതിൻ്റെ ഫസ്റ്റ് സൂചനയായിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതുകൂടാതെ നിങ്ങളുടെ കയ്യിലൊരു സോഫ്റ്റ്നെസ് വരും, നിങ്ങളുടെ കയ്യിലെ അകത്തെ വരകൾ കുറയാൻ തുടങ്ങും. എപ്പോഴും കയ്യിൽ നല്ല വരകൾ ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ വരകളൊക്കെ കുറയാൻ തുടങ്ങി. അതായത് കൈയുടെ അകത്തെ വരകളാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതുകൂടാതെ നമ്മുടെ വീട്ടിൽ നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ഒന്നും വരത്തില്ല, അധികം ആൾക്കാരൊന്നും നമ്മുടെ വീട്ടിൽ വരത്തില്ല. പക്ഷേ പോസിറ്റിവിറ്റി വരുമ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഗസ്റ്റ് വരും, നമ്മുടെ വീട്ടിൽ സന്തോഷത്തിൻ്റെ ആ ഒരു സെലിബ്രേഷൻ്റെ ആ ഒരു മൂഡ് ക്രിയേറ്റ് ആകും. ഇതൊക്കെ അതിൻ്റെ സൂചനയായിട്ട് നിങ്ങൾ എടുക്കേണ്ടതാണ്. ഇവിടെ ഒരു ഒറ്റപ്പെടലിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ ലൈഫിൽ നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ എന്തിനാണ് മാറ്റിയതെന്ന് പറയാൻ കാരണം നിങ്ങളുടെ ലൈഫിൽ ഒരു സിംപ്ലിസിറ്റി വരണം, ഒരു സന്തോഷം വരണം. കൂടാതെ ഒറ്റപ്പെടലിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരികയും വേണം. ഇതിനു വേണ്ടിയാണ് ഈ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ ഈ ഒരു ട്രാൻസ്ഫർമേഷൻ ദൂരെ മാറ്റിയത്. നിങ്ങൾ ഒരിക്കലും കൽപ്പന പോലും ചെയ്തിട്ടില്ലാത്ത ഒരു സുഖമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്കൊരു ഡ്രീമുണ്ട്, നിങ്ങളുടെ ചിന്തയ്ക്കും അപ്പുറത്തായിട്ടൊരു ഡ്രീമുണ്ട്. നിങ്ങൾക്ക് സംശയവുമാണ് എനിക്ക് എപ്പോഴെങ്കിലും ആ സ്വപ്നത്തിൽ എത്താൻ സാധിക്കുമോ എന്ന്. പക്ഷെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു സ്വപ്നത്തിൽ എത്താൻ സാധിക്കുന്നതാണ്. ആ ഒരു സ്വപ്നത്തിൽ നിങ്ങൾ ജീവിക്കുന്നതുമാണ് റിയലായിട്ട്. കൂടാതെ ഒത്തിരി പേരും പ്രശസ്തിയും നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ്.
ഇവിടെ ഒരു വ്യക്തിക്ക് ഒരു സക്സസ് ലഭിക്കാൻ വർഷങ്ങളോളം കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. പക്ഷേ ആ ഒരു സക്സസ് നിങ്ങൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ആ ഒരു ഡ്രീമിൽ എത്തുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒരു മൂവിയിൽ നടക്കുന്ന കാര്യങ്ങൾ അതേപോലെ ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും സംഭവിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ആകാറുമുണ്ട്, എന്തല്ല എൻ്റെ ലൈഫിൽ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന്. നിങ്ങളുടെ സ്റ്റോറി നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ലൈഫിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ. അതായത് പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്, നെഗറ്റീവായിട്ടുള്ള രീതിയിലല്ല. അതായത് ഇന്ന് എന്ത് സംഭവിക്കും, നാളെ എന്ത് സംഭവിക്കും എന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അതായത് ഒരു മൂവിയിലോ ഒരു സീരിയലോ സംഭവിക്കും പോലെയാണ് നിങ്ങളുടെ ലൈഫിൽ പരിവർത്തനങ്ങൾ ഉണ്ടാവുന്നത്. അത് കാരണമാണ് മറ്റുള്ളവർ നിങ്ങളുടെ ലൈഫിൽ ഇത്രമാത്രം ഫോക്കസ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത്, അടുത്ത് നിങ്ങളുടെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന്. സക്സസിൻ്റെ കൂടെ ഒരു സെക്യൂരിറ്റിയും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഡിവൈൻ്റെ, അതായത് പ്രൊട്ടക്ഷനോട് കൂടിയാണ് നിങ്ങൾക്ക് ആ സക്സസ് ലഭിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒരു കറേജ് വരും, അതായത് ഒരു ധൈര്യം വരും. നിങ്ങൾക്ക് ധൈര്യം വരുമ്പോൾ നിങ്ങളുടെ അടുത്തുള്ള നെഗറ്റിവിറ്റി പോലും നിങ്ങളെ പേടിച്ച് പുറത്തു പോകും. ഇവിടെ ഒരു സക്സസ് ലഭിക്കുന്നതിൻ്റെ കൂടെ തന്നെ പെട്ടെന്ന് അടുത്തടുത്ത് നിങ്ങൾക്ക് വീണ്ടും സക്സസ് ലഭിക്കും. അതിനു വേണ്ടിയുള്ള അവസരങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വളരെ പെട്ടെന്ന് തന്നെ വരുന്നതാണ്. ഇവിടെ പേഴ്സണൽ ലൈഫ് വിചാരിച്ച് നിങ്ങൾ ഒരു സക്സസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്കൊരു സക്സസ് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇതെല്ലാം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും, ദൈവമേ ഞാൻ സ്വപ്നമാണോ കാണുന്നത് എന്ന്, എൻ്റെ ദൈവം എനിക്ക് ഇത്ര പെട്ടെന്ന് ഇതെല്ലാം തന്നല്ലോ എന്ന്. ഇവിടെ നിങ്ങൾ ഹൃദയം കൊണ്ട് പറയുന്നതാണ്, ഇപ്പോൾ എൻ്റെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് പോകുകയാണ് ദൈവമേ എന്ന്. അതായത് ഞാൻ ആഗ്രഹിച്ച ആ ഒരു ലൈഫ് എനിക്ക് ഇപ്പോഴാണ് കിട്ടിയത് എന്ന് നിങ്ങൾ ദൈവത്തിനോട് പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഈ റീഡിങ് കാണുന്ന ഏതോ ഒരാൾ ഇങ്ങനെ പറയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒത്തിരി സന്തോഷത്തോടെ ഇങ്ങനെ പറയുന്നതായിട്ട്, ഞാൻ ഒരിക്കലും ഈ ഒരു ലൈഫ് ജീവിച്ചിട്ടില്ല, ഇപ്പോൾ എനിക്ക് അങ്ങനൊരു ലൈഫ് കിട്ടിയല്ലോ എന്ന് ആലോചിച്ച് സന്തോഷത്തോടെ പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്ത് വാച്ച് ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾ ആ ഒരു സന്തോഷത്തിൽ ജീവിക്കുന്നതാണ്. ഇവിടെ കുറച്ച് ദിവസം കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് അവേഴ്സ് കൊണ്ട് ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഒരു എൻഡിങ്ങും ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് സഡനായിട്ട് നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസോ എന്തോ മെസ്സേജ് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഒരു ന്യൂ ബിഗിനിങ്ങിൻ്റെ സമയമായിരിക്കുകയാണ്. ഇനി ഒരു രീതിയിലുമുള്ള ടെൻഷനും വിഷമവും ഒന്നും വേണ്ട. നിങ്ങളുടെ ജീവിതം നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ ജീവിക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക്. അപ്പോൾ ഇതാണ് റീഡിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.